സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ തയ്യാറാക്കുന്ന ഹ്രസ്വകാല നടപടിയുടെ ഭാഗമാണ് ബഗ്ലിഹാർ അണക്കെട്ടിന്റെ ഷട്ടർ താഴ്ത്തിയത്. ഇതിലൂടെ ചെനാബ് നദിയിലെ വെള്ളത്തിന്റെ ഒഴുക്ക് പാകിസ്ഥാന് കീഴിലുള്ള പഞ്ചാബ് പ്രവിശ്യയിലേക്ക് പോകുന്നത് ഇന്ത്യ കുറച്ചു. പാക് അധീന പഞ്ചാബ് പ്രവിശ്യയിലെ കാർഷിക ഉപയോഗങ്ങൾക്ക് ചെനാബ് നദിയിലെ വെള്ളമാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗം കൂടിയായ ബഗ്ലിഹാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ താഴ്ത്തി ഇന്ത്യയിലേക്കുള്ള ഉപയോഗം കൂട്ടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഡാം അടച്ചാൽ തകർക്കുമെന്നും സിന്ധു നദീജല കരാർ മരവിപ്പിച്ച് നടപടിയെടുത്താൽ യുദ്ധം പ്രഖ്യാപിക്കുമെന്നുമൊക്കെയുള്ള ഭീഷണി വിലപ്പോകില്ല എന്ന ഇന്ത്യയുടെ മറുപടിയാണിത്. ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഏറ്റവും വലിയ പ്രകോപനമാണ് കഴിഞ്ഞ രാത്രിയിലുണ്ടായത്. 8 ഇടങ്ങളിൽ സൈനിക പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തു. അതിൽ തന്നെ രജൌരി, പൂഞ്ച്, ബാരാമുള്ള, സുന്ദർബനി പോലെയുള്ള തന്ത്രപ്രധാന മേഖലകളുമുണ്ട്. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചിട്ടുണ്ട്. പക്ഷേ പ്രകോപനം ഇനിയും തുടരുകയാണെങ്കിൽ വെടിനിർത്തൽ കരാറിൽ നിന്ന് തന്നെ ഇന്ത്യ പുറകോട്ട് പോയേക്കും. പാകിസ്ഥാനിലെ ബഹവൽ നഗർ സ്വദേശിയായ റേഞ്ചറെ BSF കസ്റ്റഡിയിലെടുത്തു എന്നാണ് പാക് സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യ നിയന്ത്രണ രേഖ കടന്ന് ഇയാളെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് അവരുടെ അവകാശവാദം. റേഞ്ചറെ വിട്ടു നൽകണമെന്നും ഫ്ലാഗ് മീറ്റിംഗ് വിളിക്കണമെന്നും പാകിസ്ഥാൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുള്ള BSF ജവാനെ ഇതുവരെ വിട്ടുകിട്ടിയിട്ടില്ല. ശ്രീനഗറിൽ ഭീകരാക്രമണത്തിന് ഇടയുണ്ടെന്ന ഇന്റലിജൻസ് വിവരം പഹൽഗാം ഭീകരാക്രമണത്തിന് 15 ദിവസം മുൻപ് ലഭിച്ചിരുന്നതായാണ് റിപ്പോർട്ട്. സഞ്ചാരികളെ ലക്ഷ്യമിട്ട് ആക്രമണത്തിന് പദ്ധതിയിടുന്നതായ വിവരമാണ് ലഭിച്ചത്. പ്രധാനമന്ത്രി പങ്കെടുക്കാനിരുന്ന ശ്രീനഗർ കത്ര വന്ദേ ഭാരത് ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചടങ്ങും ഭീകരർ ലക്ഷ്യമിട്ടിരുന്നു. എന്നാൽ മോശം കാലാവസ്ഥയെ തുടർന്ന് പരിപാടി മാറ്റിവെക്കുകയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.